ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു മഷ്റൂം ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. 400 ഗ്രാം ബട്ടൺ മഷ്റൂമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. കുമ്പിളിൻ്റെ വലിപ്പം അനുസരിച്ച് കട്ട് ചെയ്യാവുന്നതാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. അര ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1 നുള്ള് പുതിനയില, 1 നുള്ള് മല്ലിയില, ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർക്കാം. ഞാൻ 2 സവാള ഫ്രൈ ചെയ്തെടുത്തതാണ്. അത് 2 പിടി ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആദ്യമേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചാലും മതി. ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു അടുപ്പ് കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒലിവ് ഓയിലോ വേറെ കടുകെണ്ണയോ അങ്ങനെ തുടങ്ങിയ ഏത് ഓയിൽ വേണോ ചേർക്കാം. വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1 പട്ട ഒടിച്ചെടുത്തതും 1 ജാതിപത്രിയുടെ പകുതിയും 3 ഗ്രാമ്പ്, 2 ബേ ലീഫ്, 3 ഏലക്ക, അര ടീസ്പൂൺ പെരിഞ്ചീരകം, 1 തക്കോലം, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അത് ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ചെറുതായി ഒന്ന് മൂപ്പിച്ചാൽ മതി. ഞാൻ 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വലിയ 2 സവാളയാണ്. നിങ്ങൾക്ക് ചെറിയ സവാള ആണെങ്കിൽ 3 എണ്ണം ചേർക്കാം.
സവാള ഇതിലേക്ക് ചേർക്കാം. നാല് പച്ചമുളക് ചേർക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ആ സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഒരു മുറി തേങ്ങ ചിരുകി അതിൻ്റെ പാല് കൂടി എടുത്ത് വയ്ക്കാവുന്നതാണ്. 3 ചെറിയ തക്കാളി അരിഞ്ഞ് ചേർക്കാവുന്നതാണ്. വലിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം മതിയാകും. അതൊന്ന് നന്നായി വഴന്ന് വരണം, ഒന്ന് വെന്ത് ഉടഞ്ഞ് ചേരണം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മഷ്റൂം അതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. നന്നായി അങ്ങ് വെന്ത് പോകണ്ട. അതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ തേങ്ങാപ്പാൽ, ഏത് കപ്പിലാണോ അരി അളന്നെടുക്കുന്നത് ആ കപ്പിലായിരിക്കണം വെള്ളം ചേർക്കേണ്ടത്. ഇതിപ്പോൾ കുറച്ച് തേങ്ങാപ്പാലിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഡൈല്യൂട്ട് ചെയ്താണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത്. നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ ഇരട്ടി വെള്ളം ചേർക്കണം. അപ്പം ഞാൻ ആ തേങ്ങാപ്പാലിൻ്റെ കൂടി 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം. വേവ് കൂടുതലുള്ള അരിയാണെങ്കിൽ 1/4 കപ്പ് കൂടി ഒഴിക്കാവുന്നതാണ്. ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. 1 കപ്പ് അരി കഴുകി അരിപ്പയിൽ അരിച്ച് വെച്ചതാണ്. അരി ഒന്ന് വെള്ളത്തിയിട്ട് അരമണിക്കൂർ കുതിർക്കുന്നത് നന്നായിരിക്കും. ഇതിലേക്ക് ചേർത്ത് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കണം. പാകത്തിന് അനുസരിച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാവുന്നതാണ്. ഒന്ന് വെള്ളം വറ്റി വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി നോക്കിയതിന് ശേഷം, കുറച്ചുകൂടെ വെള്ളം വറ്റിയതിന് ശേഷം 10 മിനിറ്റ് അടച്ച് വെച്ച് സിമ്മിലിട്ട് വേവിക്കാവുന്നതാണ്. ബിരിയാണി നന്നായിട്ട് വന്നിട്ടുണ്ട്.
വളരെ രുചികരമായ ഒരു ബിരിയാണിയാണ് ഈ മഷ്റൂം ബിരിയാണി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് അറിയിക്കണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.